എല്ലാവർക്കും നമസ്കാരം. ലോകത്തിലെ ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ളൊരു പവർ പ്ലാന്റിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇതെവിടെയാണെന്നോ? ദൂരെ എങ്ങുമല്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെ. അതെ, നിങ്ങളുടെ കുടലിനെ ഒരു ഭയങ്കര പവർഫുൾ ഫാക്ടറിയായിട്ടൊന്ന് സങ്കല്പിച്ചു നോക്കൂ. നമ്മൾ കഴിക്കുന്ന എന്തിനേയും എനർജിയാക്കി മാറ്റുന്ന ഒരു ഭീമൻ എഞ്ചിൻ. അപ്പോ ഈയൊരു വിവരണത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഉള്ളിലെ ഈ എഞ്ചിൻ ശരിക്കും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അതിനെ ഏറ്റവും മികച്ച കണ്ടീഷനിൽ എങ്ങനെ നോക്കാമെന്നുമാണ്. അപ്പോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. പണ്ടത്തെ ആളുകൾ പറഞ്ഞിരുന്ന ആ ഒരു ഊർജ്ജ അഗ്നി അതെങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ ഈ മോഡേൺ ശരീരത്തെ ഓടിക്കുന്നത്? ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഈ അറിവിന് ഇന്നത്തെ നമ്മുടെ ആരോഗ്യത്തിൽ എന്ത് റോളാണുള്ളത്? വാ, നമുക്കൊരുമിച്ച് ഇതിന്റെ രഹസ്യങ്ങൾ കണ്ടെത്താം. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ഭാഗം, നിങ്ങളുടെ ആന്തരിക പവർ പ്ലാന്റ്. നമുക്ക് നേരെ ആ ഫാക്ടറിയുടെ ഉള്ളിലോട്ടൊന്ന് പോയി നോക്കാം, അല്ലേ? അവിടെ ആരൊക്കെയാണ് പണിയെടുക്കുന്നത്, എങ്ങനെയാണ് ഈ ഒരു അത്ഭുത യന്ത്രം അവർ പ്രവർത്തിപ്പിക്കുന്നത് എന്നൊക്കെ നമുക്ക് നേരിട്ട് കാണാം. ഈ ഫാക്ടറിയുടെ ഹൃദയം അതാണ് ഈ കേന്ദ്രച്ചുള. നിങ്ങൾ കഴിക്കുന്ന എന്തുമാകട്ടെ അതൊരു കൺവെയർ ബെൽറ്റിലൂടെ വന്ന് നേരെ ഈ ജ്വലിക്കുന്ന തീയിലേക്ക് വീഴുകയാണ്. ഇതിന്റെ മെയിൻ ജോലി എന്താന്ന് വെച്ചാൽ കട്ടിയായിട്ടുള്ള ഭക്ഷണത്തെ ഉരുക്കി നല്ല ചൂടുള്ളൊരു ദ്രാവകമാക്കി മാറ്റുക. ഇതാണ് നമ്മുടെ ദഹനത്തിലെ ഏറ്റവും നിർണായകമായ ആദ്യത്തെ സ്റ്റെപ്പ്. പക്ഷേ ഈ ചൂള തനിച്ച് പണിയെടുക്കുകയല്ല കേട്ടോ. ആ ഫാക്ടറിയുടെ താഴത്തെ നിലകളിൽ കോടിക്കണക്കിന് കുഞ്ഞൻ തൊഴിലാളികളുണ്ട്. അവരാണ് നമ്മുടെ ഇന്ധന എഞ്ചിനീയർമാർ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയകൾ. ചൂളയിൽ നിന്ന് ഉരുകിവരുന്ന ആ ഭക്ഷണത്തെ നമ്മുടെ മസിലുകൾക്ക് വേണ്ട എനർജിയായും തലച്ചോറിന് സന്തോഷം തരുന്ന കെമിക്കൽസുമായും ഒക്കെ മാറ്റുന്നത് ഇവരാണ്. ഇതിലെ ഏറ്റവും രസകരമായ കാര്യമെന്താണെന്നോ? ആയിരക്കണക്കിന് വർഷം മുൻപ് പുരാതന വൈദ്യശാസ്ത്രം ഇതുപോലുള്ള കഥകളിലൂടെ പറഞ്ഞുവെച്ച കാര്യങ്ങൾ ഇന്ന് നമ്മുടെ മോഡേൺ സയൻസ് മൈക്രോസ്കോപ്പിലൂടെ നോക്കി ശരിയാണെന്ന് പറയുന്നു. ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. അന്നത്തെ കേന്ദ്രചൂള എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈമുകളും മെറ്റബോളിസമുമാണ്. സൂക്ഷ്മ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അത് പ്രോബയോട്ടിക് ബാക്ടീരിയകൾ. ഇതിൽ നിന്നെന്താ മനസ്സിലാവുന്നത്? അറിവിന്റെ രൂപം മാറിയാലും അടിസ്ഥാന സത്യങ്ങൾ എപ്പോഴും ഒന്നുതന്നെയാണ്. ശരി, ഇനി അടുത്ത ഭാഗം, കറുത്ത ചെളിയുടെ പ്രതിസന്ധി. പക്ഷേ എപ്പോഴും ഈ ഫാക്ടറി ഇങ്ങനെ സ്മൂത്തായിട്ട് ഓടണമെന്നില്ലല്ലോ. സിസ്റ്റം ബ്രേക്ക് ഡൗൺ ആവുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇവിടെയാണ് നമ്മുടെ കഥയിലെ വില്ലൻ എൻട്രിയാകുന്നത്. ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കട്ടെ. നന്നായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീയിലേക്ക് നമ്മൾ ഐസ് വെള്ളം കോരി ഒഴിച്ചാൽ എന്ത് സംഭവിക്കും? സിമ്പിളാണല്ലേ? തീ കെട്ടുപോകും, ആകെ പുകയാകും. എക്സാക്ട്ലി ഇതുതന്നെയാണ് നിങ്ങൾ ഭക്ഷണത്തിന്റെ കൂടെ തണുത്ത വെള്ളം കുടിക്കുമ്പോഴും അല്ലെങ്കിൽ ദഹിക്കാൻ ഒരുപാട് പാടുള്ള ഭക്ഷണം കഴിക്കുമ്പോഴുമൊക്കെ നിങ്ങളുടെ ഉള്ളിലെ ആ കേന്ദ്രചൂളയ്ക്ക് സംഭവിക്കുന്നത്. അതിന്റെ ആ ഒരു പവർ കുറഞ്ഞ് അതങ്ങനെ പുകയാൻ തുടങ്ങും. ഈ ഒരു താരതമ്യം നോക്കുമ്പോൾ കാര്യം വ്യക്തമാകും. ഇടതുവശത്ത് ആ ഊർജ്ജ അഗ്നി നന്നായി കത്തുമ്പോൾ ഫാക്ടറി ഫുൾ പവറിൽ വർക്ക് ചെയ്യും. നിങ്ങൾക്ക് നല്ല ഉന്മേഷവും എനർജിയും ഫീൽ ചെയ്യും. പക്ഷെ വലതുവശത്ത് നോക്കൂ, ആ തീ കെട്ടുപോകുമ്പോൾ ഫാക്ടറിയിലെ ഗിയറൊക്കെ ജാമായി. പിന്നെ എന്താ ഫലം? ക്ഷീണം, വയറ്റിൽ അസ്വസ്ഥത, അങ്ങനെ മൊത്തത്തിലൊരു ഡൾ അവസ്ഥ. അപ്പോ ശരിക്കും സംഭവിക്കുന്നത് ഇതാണ്. ആ ചൂള തണുത്തു പോകുമ്പോൾ ഭക്ഷണം പ്രോപ്പറായിട്ട് ദഹിക്കില്ല. ഈ ദഹിക്കാത്ത ഭക്ഷണം കുടലിൽ കിടന്ന് ചീഞ്ഞ് ഒട്ടിപ്പിടിക്കുന്ന ഒരു വിഷമുള്ള മാലിന്യമായിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ കറുത്ത ചെളി എന്ന് വിളിക്കുന്നത്. നമ്മുടെ പവർ പ്ലാന്റിലെ യഥാർത്ഥ വില്ലൻ ഇവനാണ്. ഈ തകർച്ച ഒറ്റയടിക്ക് സംഭവിക്കുന്നതല്ല. അതിന് പല ഘട്ടങ്ങളുണ്ട്. ഒന്നാമതായി, തണുത്ത ഭക്ഷണങ്ങൾ കാരണം തീ അണഞ്ഞു പോകുന്നു. രണ്ടാമത്, ഭക്ഷണം ദഹിക്കാതെ കട്ടിയുള്ള കഷ്ണങ്ങളായി പൈപ്പിലൂടെ നീങ്ങാൻ തുടങ്ങും. ഇത് കാണുമ്പോഴോ നമ്മുടെ നല്ല എഞ്ചിനീയർമാർക്ക് പണിയില്ലാതാവും. അവർ പതുക്കെ ഉറക്കത്തിലേക്ക് പോകും. ഈ ഒരു അവസരം മുതലെടുത്താണ് ആ കറുത്ത ചെളി ഫാക്ടറി മുഴുവൻ പടർന്നു പിടിക്കുന്നത്. നിങ്ങളുടെ ഫാക്ടറിയിൽ ഈ കറുത്ത ചെളി അടിഞ്ഞുകൂടുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാം? നമ്മുടെ ശരീരം തന്നെ ചില റെഡ് അലേർട്ടുകൾ തരും. ഉദാഹരണത്തിന്, ഉച്ചയ്ക്ക് ചോറ് കഴിച്ചുടനെ വരുന്ന ആ ഒരു ഉറക്കം, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നാവിൽ കാണുന്ന വെള്ള കോട്ടിംഗ്. ഇതൊന്നും അത്ര നിസ്സാരമായി കാണരുത് കേട്ടോ. ഇവയൊക്കെ നിങ്ങളുടെ ശരീരം തരുന്ന വാർണിംഗ് സിഗ്നലുകളാണ്. ഭാഗം 3, അത്ഭുതകരമായ ട്യൂണപ്പ്. ഭാഗ്യവശാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ട്. ഫാക്ടറി ക്ലീൻ ചെയ്യാനും എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്യാനും നമുക്കൊരു റെസ്ക്യൂ ടീമിനെ വിളിക്കാം. അതിനുവേണ്ടി നമ്മൾ ദൂരെയെങ്ങും പോകേണ്ട കാര്യമില്ല. ആ ഹീറോസ് നമ്മുടെ എല്ലാം അടുക്കളയിൽ തന്നെയുണ്ട്. ഒരു കാര്യം ഓർക്കണം,
ഫാക്ടറിയിലെ ചെളി നിറഞ്ഞിരിക്കുമ്പോൾ വീണ്ടും കട്ടിയുള്ള ഭക്ഷണം അയച്ചു കൊടുത്താൽ പ്രശ്നം കൂടുമെന്നല്ലാതെ കുറയില്ല. നമുക്ക് വേണ്ടത് ഒരു സ്പെഷ്യലിസ്റ്റ് ടീമിനെയാണ്, എല്ലാം വൃത്തിയാക്കാൻ കഴിവുള്ള കുഞ്ഞൻ മെക്കാനിക്കുകളെ. ആ റെസ്ക്യൂ ടീമിലെ ആദ്യത്തെ സൂപ്പർ ഹീറോയാണ് ഇഞ്ചി. ഒരു വണ്ടിയിലെ സ്പാർക്ക് പ്ലഗില്ലേ, അതുപോലെയാണ് ഇഞ്ചി പ്രവർത്തിക്കുന്നത്. ഇഞ്ചി നമ്മുടെ ആ കേന്ദ്ര ചൂളയിലേക്ക് ചെന്ന് ഒരു തീപ്പൊരി ഉണ്ടാക്കും. എന്നിട്ട് കെട്ടുപോയ ആ തീയെ വീണ്ടും ആളിക്കെത്തിക്കും. ഈ പുതിയ ചൂടില് ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന ആ കറുത്ത ചെളി പതിയെ ഉരുകിത്തുടങ്ങും. നമ്മുടെ അടുത്ത ഹീറോയാണ് മോര്. പാല് ചിലപ്പോൾ ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. പക്ഷെ മോര് ഒരു റെസ്ക്യൂ ബസ് പോലെയാണ്. കോടിക്കണക്കിന് പുതിയ ഫുൾ ട്രെയിനിങ് കഴിഞ്ഞ ഇന്ധന എഞ്ചിനീയർമാരെയും കൊണ്ട് അത് നേരെ ഫാക്ടറിയിലേക്ക് വരും. അവര് വന്നിറങ്ങിയ ഉടനെ തന്നെ ക്ലീനിംഗ് ജോലികൾ തുടങ്ങും. ഓക്കെ, നമ്മുടെ അവസാന ഭാഗം, നിങ്ങളുടെ എഞ്ചിൻ മോഡൽ അറിയുക. ഫാക്ടറി വൃത്തിയാക്കിയാൽ മാത്രം പോരല്ലോ, ദീർഘകാലത്തേക്ക് അത് ഏറ്റവും നന്നായി പ്രവർത്തിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ എഞ്ചിൻ ഏത് മോഡലാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇതൊരു തരം യൂസർ മാനുവൽ പോലെയാണെന്ന് കൂട്ടിക്കൊള്ളൂ. ഇതാണ് നിങ്ങൾ തീർച്ചയായും ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ ഫാക്ടറികളും ഒരുപോലെയല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ എഞ്ചിൻ തികച്ചും യുണീക്കാണ്. നിങ്ങളുടെ കൂട്ടുകാരന് നല്ല എനർജി തരുന്ന ഇന്ധനം ചിലപ്പോൾ നിങ്ങളുടെ എഞ്ചിനെ കേടാക്കിയേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം എഞ്ചിൻ മോഡൽ ഏതാണെന്ന് കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. പുരാതന ശാസ്ത്രമനുസരിച്ച് ശരീരങ്ങളെ പ്രധാനമായും 3 എഞ്ചിൻ മോഡലുകളായി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് വായു നിറഞ്ഞ എഞ്ചിൻ. അതിന്റെ തീ കാറ്റത്ത് വെച്ച മെഴുകുതിരി പോലെയാണ്, ഒരു സ്ഥിരതയും ഉണ്ടാകില്ല. രണ്ടാമത്തേത് തീവ്രമായ എഞ്ചിൻ. അതിന്റെ തീ വളരെ പവർഫുള്ളും ചൂടുള്ളതുമാണ്. മൂന്നാമത്തേത് മന്ദഗതിയിലുള്ള എഞ്ചിൻ. ഇതിന്റെ തീ പതുക്കെയും കുറച്ചു നനവോടെയുമാണ് കത്തുന്നത്. ഓരോ മോഡലിനും അതിൻ്റേതായ പ്രത്യേക ഇന്ധനം വേണം. ഉദാഹരണത്തിന്, തീവ്രമായ എഞ്ചിന് തണുപ്പുള്ള പഴങ്ങളാണ് നല്ലത്, എന്നാൽ മന്ദഗതിയിലുള്ള എഞ്ചിന് ഇഞ്ചി പോലുള്ള ചൂടുള്ള സാധനങ്ങൾ വേണം. നിങ്ങളുടെ എഞ്ചിൻ മോഡൽ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പുറത്തുള്ള കാലാവസ്ഥയും. ഒരു സാധാരണ എഞ്ചിൻ പോലെ തന്നെ നമ്മുടെ ശരീരവും കാലാവസ്ഥയോട് പ്രതികരിക്കും. തണുപ്പ് കാലത്ത് നമ്മുടെ ഈ കേന്ദ്രചൂള ഏറ്റവും ശക്തമായി കത്തും. അപ്പോൾ കട്ടിയുള്ള ഭക്ഷണം കഴിച്ചാലും ദഹിക്കാൻ എളുപ്പമാണ്. പക്ഷെ ചൂടുകാലത്തോ ഈ തീ ദുർബലമാകും. അപ്പോൾ സാലഡ് പോലുള്ള ലൈറ്റ് ഭക്ഷണമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്റെ ശരീരമാകുന്ന ഈ അത്ഭുത എഞ്ചിൻ ഇന്ന്, ഈ നിമിഷം, ഏതുതരം ഇന്ധനമാണ് ഏറ്റവും ആവശ്യം? ഇതിന്റെ ഉത്തരം പുറത്തെവിടെയുമില്ല. അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. നിങ്ങളുടെ ശരീരത്തെ ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് കറക്റ്റായ ഉത്തരം തരും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നന്ദി.